24 USA സീ ടു സ്കൈ പ്രോഗ്രാമിന്റെ ഭൗമദിനാഘോഷങ്ങൾക്ക് അമേരിക്കയിൽ തുടക്കമായെന്നാണ് വാർത്ത. ന്യൂയോർക്കിൽ കുട്ടികൾ വൃക്ഷത്തൈകൾ നട്ടു. ന്യൂജേഴ്സിയിലെ സാൻഡി ഹുക്ക് ബീച്ചിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ 24 വോളണ്ടിയേഴ്സ് സമയമെടുത്ത് നീക്കം ചെയ്തു. നാഷ്വില്ലിൽ കേരള അസോസിയേഷൻ 24 ഭൗമദിനാഘോഷങ്ങൾ പങ്കുചേർന്നു. അമേരിക്കയിൽ നിന്നും സാക്ഷാൽ മധു കൊട്ടാരക്കര തയ്യാറാക്കിയ റിപ്പോർട്ടുകളാണ് പ്രേക്ഷകർ. 24ന്റെ സീ ടു സ്കൈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ന്യൂജേഴ്സിയിലെ സാൻഡി ഹുക്ക് ബീച്ചിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ടാണ് ഈ കുട്ടികൾ വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ 10 മണി മുതലാണ് ഈ ബീച്ച് ശുചിയാക്കുന്ന ഈ പ്രവൃത്തിയിൽ ഇവർ ഏർപ്പെട്ടിരിക്കുന്നത്. ഇതുകൂടാതെ നമ്മൾ ന്യൂയോർക്കിൽ വൃക്ഷത്തൈ വയ്ക്കുന്ന ഒരു പദ്ധതിയും കൂടെ സീ ടു സ്കൈയുടെ ഭാഗമായിട്ടുണ്ട്. ഇത് 4ാം വർഷമാണ് സീ ടു സ്കൈ പ്രോജക്റ്റ് 24 USAയുടെ നേതൃത്വത്തിൽ അമേരിക്കയിലെ ഏതാണ്ട് 10 സംസ്ഥാനങ്ങളിലായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 300ഓളം കുട്ടികളാണ് ഈ 4ാം വർഷത്തിലെ ഭൗമദിന ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത്. ഏതാണ്ട് 100-ൽ പരം വോളണ്ടിയേഴ്സും പങ്കെടുക്കുന്നുണ്ട്. So we've got 100 people out here today picking up trash, big and small. We've got people of all ages, also big and small. ഫെഡറൽ ഏജൻസികളും അതുപോലെ സ്റ്റേറ്റ് ഏജൻസികളുമായിട്ടുമൊക്കെ ചേർന്നാണ് പല സംസ്ഥാനങ്ങളിലും നമ്മൾ ഈ ഭൗമദിന ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പുതുതലമുറ ഭൗമദിന മുദ്രാവാക്യമായി, പ്രകൃതി സംരക്ഷണ മുദ്രാവാക്യമായിട്ട് വരുന്നത് ലോകത്തെമ്പാടും ഒരു മാതൃകയായിട്ട് മാറിയിരിക്കുകയാണ്. സീ ടു സ്കൈക്ക് വലിയ തോതിലാണ് അമേരിക്കയിൽ സ്വീകാര്യത ലഭിച്ചിരിക്കുന്നത്. സീ ടു സ്കൈ എന്ന് പറയുമ്പോൾ നമുക്ക് അമ്മ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നേച്ചർ. ട്രീ നടുമ്പോൾ നമ്മുടെ പ്ലാനറ്റിനുള്ള ഓക്സിജൻ. So I'm so excited and they all are very excited. എർത്ത് ഡേന് വേണ്ടിയിട്ടായിട്ട് കുട്ടികൾ ഇത്രയും നല്ലൊരു ഇമ്പാക്ട്ഫുൾ ഇവൻ്റ് ആയിട്ട് ഇത് ചെയ്യുന്നത്. പ്രകൃതിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു വയ്ക്കുന്ന ഒരു വറ്റം വിദ്യാർത്ഥികളോടൊപ്പം, വോളണ്ടിയേഴ്സിനോടൊപ്പം ന്യൂജേഴ്സിയിലെ സാൻഡി ഹൂക്കിൽ നിന്ന് മധു കൊട്ടാരക്കര, 24.